തമിഴ്നാട്ടിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് മധുരയിലെ ഒരു ഉൾഗ്രാമമായ അല്ലെങ്കിൽ മധുര ജില്ലയിലെ ഒരു കുഗ്രാമം എന്ന് പറയാം, ഗംഗമുത്തൂരിലേക്കാണ്. ഗംഗമുത്തൂർ മധുര ടൗണിൽ നിന്നൊക്കെ ഒരുപാട് ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഗ്രാമമാണ്. നമുക്കിവിടെ എത്താൻ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഉണ്ടേ. മധുരയിൽ നിന്ന് ഗംഗമുത്തൂർ മധുര എന്ന് ലൊക്കേഷൻ ഇട്ടാൽ നമുക്ക് എത്താം. അപ്പോൾ മധുര ടൗണിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമാണുള്ളത്. മധുരയിൽ നിന്ന് ദിണ്ടിയിലൊക്കെ പോകുന്ന ഹൈവേക്കിടയ്ക്ക് ഓടി വീണ്ടും ഹൈവേയിൽ നിന്ന് മാറി ഉള്ളിലോട്ട് കുറേ ദൂരം ഓടിയാണ് അവസാനം ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗംഗമുത്തൂർ മധുര ജില്ലയിലെ ചെറിയൊരു കാർഷിക ഗ്രാമമാണ് കേട്ടോ. ഇവിടെ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ, പൂക്കൾ, സപ്പോട്ട, പേര പോലെയുള്ള ഫലവൃക്ഷങ്ങളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഈ കൃഷികൾക്കൊക്കെ പുറമെ ആടുമാടുകളൊക്കെ വളർത്തിയാണ് ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ ഗ്രാമീണർ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഗംഗമുത്തൂർ ഗ്രാമത്തിൻ്റെ അതായത് വീടുകളൊക്കെ വരുന്ന ഒരു പ്രദേശത്തു നിന്നൊക്കെ ഒരുപാട് വീണ്ടും ഉള്ളിലേക്ക്, അതായത് ഔട്ടർ സൈഡിലേക്ക് വന്നേക്കുവാണേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പൂക്കളാണ് ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള പൂക്കളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. ഫോറസ്റ്റിനോട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ പാടശേഖരത്തിൽ ഉണ്ട് ഇങ്ങനെയുള്ള കുറേ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. പൂക്കളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ട് പോലെയാണ് കാണുന്നത് കേട്ടോ. ഇത് പ്രധാനമായിട്ടും മാല കെട്ടാനും അതുപോലെ ബൊക്കയൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവർ ഈ പൂക്കളൊക്കെ വിറ്റഴിക്കുന്നത് മധുരയിലെ വിവിധ മാർക്കറ്റുകൾ വഴിയാണ്. ഈ ഗ്രാമത്തിൽ ഒരുപാട് ക്ഷീര കർഷകരൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിലെ ഏതൊരു ഉൾഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ സാധാരണയായിട്ടൊരു കാണുന്ന കാഴ്ചയാണിത്. പശു വളർത്തലും ആട് വളർത്തലും ഒക്കെ. അപ്പോൾ അതിനോട് ചേർന്ന് ചെറിയൊരു വീട് നമുക്ക് കാണാം. ഇവിടെ നോക്കി ഈ പട്ടിനെ പൊട്ടിയിട്ടേക്കുക. ഇവിടെ ഉണ്ടോ വൈക്കോല് റോളായിട്ട് പാടശേഖരയിൽ നിന്ന് കൊയ്ത്ത് കഴിഞ്ഞിട്ട് റോളാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ ഈ മാടുകൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ വലിയൊരു പുളിമരം, ആ പുളിമരം നിറയെ പുളി കായ്ച്ച് കിടക്കുന്നുണ്ട്, പാളംപുളി. അതിൻ്റെ ചുവട്ടിലായിട്ട് ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച ചെറിയ വീട്, ആസ്പെറ്റോസൊക്കെ മേഞ്ഞേക്കുന്ന ചെറിയൊരു വീട്. അതിന് ചേർന്നായിട്ട് ഓല മേഞ്ഞ ഒരു ഷെഡും കാണാം. അപ്പോൾ ഈ വീട്ടിലത് അക്കയുടെ ഹസ്ബൻഡുണ്ട്, അവർക്കൊരു മോനുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മുടെ പണ്ടത്തെ ചിരട്ട തേപ്പൊട്ടി വെച്ച് കണ്ടോ ഇസ്തിരി ഇടണ കണ്ടോ. ഇത് ഗ്രാമത്തിലുള്ളവരെ കൊണ്ട് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ പേര്? കൃഷ്ണൻ. ആ, അക്കയുടെ പേരാ? വസന്തി. ആരെങ്കിൽ വരുവാ? റിസർവ് ഫോറസ്റ്റ് ആണ് എൻ്റെ പുറകിലോട്ടോ. മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും, ഗ്രാമത്തിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വീടിൻ്റെ പുറകിലായിട്ട് ഇതേ കുറേ പശുക്കളെയൊക്കെ കെട്ടിക്കുന്നുണ്ടല്ലോ. അവർ വൈക്കോലൊക്കെ കഴിക്കുന്നുണ്ട്. ഒത്തിരി പശുക്കളുണ്ട് ഈ ഒരു വീട്ടിൽ തന്നെ. അപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ വന്നാൽ ഒരു വീട്ടിൽ ഒരു പശുവൊക്കെ ഉള്ള വീട് വളരെ കുറവായിരിക്കും. അതായത് ഒരു പശു ഉള്ള വീടെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു വീട്ടിൽ ഒന്നിലധികം പശുക്കളുണ്ടായിരിക്കും. ആടുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ഒരു പശു അല്ലെങ്കിൽ 2 പശുവിനൊക്കെയല്ലേ വളർത്തുള്ളൂ. ഇവരങ്ങനെയല്ല, ഒരുപാട് പശുക്കൾ വളർത്തി അതിൽ നിന്നുള്ള വരുമാനം അവരൊരു മുഖ്യ വരുമാന മാർഗ്ഗമാണ് ഈ കൃഷിക്ക് പുറമേ ഉള്ളത്. കുട്ടിയിൽ അടയ്ക്കുന്നതാ. ആ, ഞാൻ അകലേന്ന് നോക്കിയപ്പോഴേ ഈ കുട്ടവഞ്ചി പോലെ തോന്നി. ഇത് കണ്ടില്ലേ, ഈ ഓലയൊക്കെ വെച്ച് നിർമ്മിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ കുട്ടി ആടുകളെ മൂടിയിടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കണ്ടോ. ഇതിനുള്ളിലാണ് മൂടിയിടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പൂക്കളൊക്കെ കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പൂക്കൾക്ക് മരുന്നടിക്കുന്ന ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ പട്ടത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറവാണ് കേട്ടോ. പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് പട്ടത്തി എന്നല്ലേ പറയുന്നത്. ഇത് നോക്കി, ഇതൊക്കെ ഇവിടെ വ്യാപകമായിട്ട് തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. പട്ടത്തിയുണ്ട്, മുല്ലയുണ്ട്, അതുപോലെ റോസയുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പൂക്കളുണ്ട്. ഇതൊക്കെ എന്തൊക്കെയോ പൂവുണ്ടാവുന്ന ചെടിയാണ്. നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് സംഗതി. ഇത് ഈ മുല്ലപ്പൂവല്ല, ഇതിനെന്താണ് പറയുന്നത്, പിച്ചിയോ. അപ്പോൾ ഇത് ഈ തമിഴ്നാട്ടിൽ ഇവർ ഈ മുടിയിലൊക്കെ പെണ്ണുങ്ങളൊക്കെ മുടിയിൽ ചൂടുന്ന ഒരു പൂവല്ലേ. അപ്പോൾ അതൊക്കെ പൂവൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ, മുട്ട് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, റോസ കണ്ടോ, നാടൻ റോസ. അങ്ങനെ ഒത്തിരി തരത്തിലുള്ളതാണ്. പട്ടത്തേക്ക് ഇവിടെ വന്നാൽ നമുക്ക് അത് പൂത്ത് നിൽക്കുന്നത് കാണാം. ഇതിൻ്റെ ഉപയോഗം നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ തമിഴ്നാട്ടിലല്ലേ ഈ തലയിൽ ചൂടാനായിട്ട്, പൂ ചൂടാനായിട്ടൊക്കെ എടുക്കുന്നതാണ്. അതിന് മരുന്നടിക്കുവാണ് കേട്ടോ രാവിലെ. ഒരു സ്മെല്ലുണ്ടേ. ഇവിടെ ചെറിയൊരു കാവൽപ്പൂരയൊക്കെ കാണാം. ഇവർക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ട് പണിത് വെച്ചേക്കുന്നതാണ്. അപ്പം അതിൻ്റെ പുറകിലായിട്ട് വലിയൊരു പടുതാക്കുളമുണ്ട്. നോക്കി, വലിയൊരു പടുതാക്കുളം നമുക്ക് കാണാം. കണ്ടോ? ആ പടുതാക്കുളത്തിൻ്റെ കരയിൽ കുറേ അരയന്നങ്ങൾ. ആഹാ, എന്ത് ഭംഗിയാണ് കാണാൻ. കണ്ടോ, ഇവിടെയൊക്കെ നിറയെ പപ്പായ മരങ്ങൾ. പപ്പായ ഉണ്ടോ? പപ്പായ കായ്ച്ച് കിടക്കുന്ന കണ്ടില്ലേ. അതൊക്കെ റിസർവ് ഫോറസ്റ്റ് ആണ് കേട്ടോ.
ഫോറസ്റ്റിൻ്റെ നടുവിലാണ് ഈ ഗ്രാമം. പട്ടി കടിക്കരുതേ. വല വെച്ച് മൂടിയേക്കുവാണ്. ഓ, നല്ല ഭംഗിയുള്ള കാഴ്ച. നമുക്ക് എത്ര പേരാ നോക്കിയേ നീന്തി തുടിക്കുന്നത്. ഇത് നിങ്ക വളർത്തുന്നത് അത്? ആ, അയ്യോ പട്ടി. ആ ആ ആ അപ്പം ഉടമസ്ഥനുള്ളതുകൊണ്ട് ரொம்ப ആഴ് ഇറുക്ക? 6 അടി ഉണ്ട്. 6 അടി. 6 അടി ഉണ്ട്. ഈ തണ്ണി എങ്ങനെയാ പറഞ്ഞത്? കിണറാ? അപ്പോൾ ഈ കുളത്തിൽ മീനുകളെ വളർത്തുന്നുണ്ട്. ഇത് മീൻ കുഞ്ഞുങ്ങളെ കൊണ്ട് നിട്ടേക്കുന്നതാണ്. അതിൻ്റെ അകത്ത് നല്ല വലിപ്പമുള്ള മീനുണ്ടെന്ന് പറഞ്ഞത്. ഇത് എന്നാ മീനാ? പാറ, ആ, കട്ട്ല, ആ, ബിസ്ക്കറ്റ്, 3 രസം. ആ, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ആ ആ, മീനൊന്നും കാണാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ട് നിട്ടിട്ടുണ്ട്. പൊടിക്കുഞ്ഞുങ്ങളാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറുനാരകത്തിൻ്റെ ഒരു മരമാണ് കാണുന്നത്. അതിൻ്റെ ചോട്ടിൽ നോക്കിയാൽ ചെറുനാരങ്ങ ചാടി കിടക്കുന്നത്. ഞാൻ എന്തായാലും 2 എടുക്കാൻ പോകട്ടോ. ചാടി കിടക്കുന്നില്ല അവിടെ, ചോദിക്കും. കട്ട് മോഷ്ടിച്ചോട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഗംഗമത്തൂർ ഗ്രാമത്തിൻ്റെ വീടുകളൊക്കെ വരുന്ന ഒരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വീടുകളോട് ചേർന്ന് തുടങ്ങുന്ന കൃഷിയിടങ്ങൾ അങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ കോമൺ ആയിട്ടുള്ളൊരു കുളിപ്പുരയാണ്. അതിൻ്റെ നടുക്ക് കണ്ടില്ലേ, ഒരു ടാങ്കിൽ നിറയെ വെള്ളമുണ്ട്. ഇത് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടുത്തെ റോഡുകൾ ഉണ്ടല്ലേ, ഉൾഗ്രാമങ്ങളിൽ, തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലെ റോഡുകളുടെയൊക്കെ ഒരു നിലവാരം നോക്കി എത്ര നന്നായിട്ട് നല്ല നിലവാരത്തിലാണ് ടാർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ നമുക്ക് വൈക്കോല് കൊണ്ട് റോൾ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ആ ഒരു പുരയ്ക്കകത്ത്. അതുകൊണ്ട് അതുപോലെ തന്നെ എവിടെ നോക്കിയാലും പശുക്കളെയാണ് കാണട്ടെ. എന്തോരം പശുക്കളാണ് ഈ ഗ്രാമത്തിൽ. നോക്കി ഇവിടെയും കുറച്ച് പേരുണ്ട്. കണ്ടോ, വാളംപുളി മരങ്ങൾ ഒരുപാടുണ്ടേ. അതുപോലെ തന്നെ ഈ വൈക്കോല് ഈ റോളുകളല്ലാതെ ഇങ്ങനെ കൂന കൂട്ടി വയ്ക്കും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഇതിപ്പോൾ ഈ റോൾ ചെയ്യുന്നത് ആ പുതിയ ഒരു ട്രാക്ടറൊക്കെ വെച്ച് ചെയ്യുന്നത്. അപ്പം അധികം നാളായിട്ടില്ലല്ലോ. അതിന് മുന്നേ നമ്മൾ കൊയ്തെടുത്ത് ഇതുപോലെ കൂന കൂട്ടി വയ്ക്കുകയായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വൈക്കോൽ കൂനകൾ കാണാം. ഈ വൈക്കോൽ കൊടുക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഈ ചോളം, ഇവിടെ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ചോളത്തിൻ്റെ തണ്ടുകളൊക്കെ കൊടുക്കും കേട്ടോ. കണ്ടോ എന്തോരം പശുക്കളാണെന്ന് നോക്കി. നല്ല വൃത്തിയായിട്ടൊക്കെയാണ് ഈ പരിസരമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വേസ്റ്റുകളൊക്കെ ഇടാനായിട്ട് അവിടെ അങ്ങനെ പഞ്ചായത്ത് കൊണ്ട് വച്ചേക്കുന്നതായിരിക്കും അല്ലേ. കാരണം അതിലൊക്കെ വേസ്റ്റൊക്കെ നിക്ഷേപിക്കാനായിട്ടാണ്. ആ, വേസ്റ്റൊന്നുമില്ല കേട്ടോ. ഇത് വേസ്റ്റിന് ഉള്ളതായിരിക്കും അല്ലേ. അതിനകത്തൊന്നും കാണുന്നൊന്നുമില്ല. പശുക്കളൊക്കെ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നൊക്കെയുണ്ട്. അവിടെ ചെറിയൊരു ഷെഡ് കാണാം, അതൊരു തൊഴുത്താണേ. അപ്പോൾ നമ്മളങ്ങനെ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഈ റോഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വീതി തീരെ വീതിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയൊക്കെ ഒതുക്കിയിടാനായിട്ട് സ്ഥലം കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയതുകൊണ്ട് അവിടെ സേഫായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നടന്ന് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഗ്രാമത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. കണക്ടിവിറ്റി ഉണ്ട് ഈ ഗ്രാമത്തിലേക്ക്. ഉൾഗ്രാമമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഷെയർ ഓട്ടോ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളവർക്ക് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ബൈക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു അങ്കണവാടി ആണെന്ന് തോന്നുന്നു. കുട്ടികളുടെയൊക്കെ ഒച്ചക്കാലം എത്തുന്നത് കേട്ടോ. കണ്ടോ, ചെറിയൊരു അങ്കണവാടി നമുക്കവിടെ കാണാം. അങ്കണവാടിയാണോ അതെയോ നഴ്സറി സ്കൂളാണോ? പിന്നെ ഇവിടെ ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അവിടെ വലിയൊരു ആൽവൃക്ഷമുണ്ട്. അവിടെ ഒരു അമ്പലമാണ്. അതെന്താണത്? ഇതൊക്കെ 407, ടാറ്റയുടെ 407 അതിന് പ്രത്യേകമായിട്ട് ഇങ്ങനെ ബോഡിയൊക്കെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിൽ ആകെ മൊത്തം 2 കടകളാണേ ഉള്ളത്. ചെറിയ 2 കടകൾ, അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാണത്. അതിൻ്റെ അകത്ത് ആ വീടിനോട് ചേർന്നാണ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. പിന്നെ കടകളൊക്കെ വരുന്നത് അടുത്തൊരു ഗ്രാമത്തിലേക്ക് ചെന്നാലാണ്. അവിടെ അത്യാവശ്യം കടകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതെ, ഇവിടെ നമുക്കൊരു സ്റ്റേജ് കാണാം. ഇവിടെ കാര്യപരിപാടികളൊക്കെ, ആഘോഷ പരിപാടികളൊക്കെ നടത്താനായിട്ട് ഉള്ള ഒരു വളരെ ഭംഗിയുള്ളൊരു സ്റ്റേജ് അല്ലേ, നിറങ്ങളൊക്കെ അടിച്ച്. അതിൻ്റെ നേരെ എതിർവശത്തായിട്ട് ഒരു കോവിൽ കാണാം കേട്ടോ. മുത്താളമ്മൻ കോവിൽ എന്നാണ് പറഞ്ഞത്. കോവിലിൻ്റെ മുന്നിലായിട്ട് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ, മുത്താളമ്മൻ കോവിൽ. അതിനോട് ചേർന്ന് വലിയൊരു ആൽവൃക്ഷമുണ്ട്. ഒരു തറയൊക്കെ ഉണ്ട്. തറയിൽ ചെറിയ പ്രതിഷ്ഠകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഞാൻ പറഞ്ഞ 2ാമത്തെ കട, ആ ചായക്കട ഇതാണ് കേട്ടോ. ചെറിയ ഓല മേഞ്ഞൊരു ചായക്കടയാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, തെങ്ങിൻ്റെ ഓല വെച്ച് മേഞ്ഞേക്കുന്ന കട. പലഹാരങ്ങളൊക്കെ കെട്ടിത്തൂയിട്ടിട്ടുണ്ട് ഇവിടെ. പട്ടാണിക്കടല, ബണ്ണ്, ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ. ഇവിടെ ലൈവായിട്ട് ചായ എടുത്തുകൊണ്ടിരിക്കുകയാണേ. ഞാൻ ചായ കുടിക്കില്ല, പാല് കുടിക്കില്ല, അതുകൊണ്ട് ചായ ഒന്നും വാങ്ങുന്നില്ല കേട്ടോ. അടുപ്പിലാണ് ഇവിടുത്തെ പാചകമൊക്കെ. അപ്പോൾ ചായയും കടികളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഈ കടയിൽ ഇതിങ്ങനെ ബെഞ്ചുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഈ തണലൊക്കെ ഉണ്ട് വർത്തമാനം പറയാനൊക്കെ ആയിട്ട് ഇവിടെയുള്ള ഗ്രാമീണർക്ക് വന്നിരിക്കും കേട്ടോ. ഇവിടെ തമിഴിൽ എഴുതി വെച്ചാൽ കണ്ടില്ലേ, ചായ പാഴ്സൽ 30 രൂപ, ഇത് കടി ഒരു കടിക്ക് 7 രൂപ. പാഴ്സലിനാണ് 30 രൂപ കേട്ടോ, അതിങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ കൊടുക്കുന്നത് പറഞ്ഞത്. പിന്നെ ചായ കൊടുക്കുന്ന ഗ്ലാസ് ഇത് ആ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് 10 രൂപ ഉള്ളൂ. ഇവിടെ ഒന്ന് കുടിക്കണമെങ്കിൽ 10 രൂപ ഉള്ളൂ കേട്ടോ. സോഡ ലൈമ് ഒന്നുമില്ല, ചായ മട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പാഴ്സൽ കെട്ടി കൊടുക്കുന്നത് കേട്ടോ. ചായ കണ്ടില്ലേ, പ്ലാസ്റ്റിക് കവറിൽ. ഇത് 2 പേർക്ക് കുടിക്കാനുള്ള ചായ ഉണ്ടേ, ഒരു ചായക്കല്ല 30 രൂപ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ തണലത്തെ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, ഇവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഡാമുണ്ട്, സാത്തിയാർ ഡാം അല്ലേ. ഇங்கே പക്കത്തിലൊരു ഡാമുണ്ട്. ആ ഡാമിൽ പോയിട്ട് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതെ, ഗ്രാമത്തിലേക്ക് ഒരു ലോറി എത്തിയിട്ടുണ്ട്. എന്തിനാണ് വന്നേക്കുന്നത്? ഈ ലോറി നിറയെ ഉണ്ടോ, അതൊക്കെ അരിയാണ് കേട്ടോ, ചാക്ക് കെട്ടുകളിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റേഷൻ കടയുണ്ട്, ആ റേഷൻ കടയിലേക്ക് അരി വന്നേക്കുന്നതാണ്. ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഗ്രാമീണരുടെ അവരുടെ ഒരു വിശ്രമ സ്ഥലം കൂടിയാണ്. വർത്താനം കഥകളൊക്കെ പറഞ്ഞിരിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. സൺഡേയാ, ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ ഈ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് ആ പന്തലിട്ടേക്കണെന്നറിയോ, ഇവിടെ ഈ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടോ ഈ ഗ്രാമത്തിൽ. അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പന്തലാണ്. ഞാൻ ആദ്യം ഓർത്തത് ഈ കോവിലിലെ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഇട്ട പന്തലായിരിക്കുമെന്ന്. അപ്പോൾ ആ കോവിലിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് താലികെട്ടൽ ചടങ്ങൊക്കെ നടത്തുന്നത് കേട്ടോ. പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച വീടുകളും അതുപോലെ ചെറിയ വാർക്ക വീടുകളും ഓലമേഞ്ഞ വീടുകളൊക്കെ ധാരാളം നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ കാണാം കേട്ടോ. ഇത് ഒരു വീടായിരുന്നിരിക്കാം, ചെറിയൊരു വീട്. അതിൻ്റെ മേൽക്കൂരെല്ലാം നശിച്ചാണ് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ ഒത്തിരി വീടുകളുണ്ട് ഉള്ളിലോട്ടായിട്ട്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ഗ്രാമത്തിൽ കൂടുതലും വസിക്കുന്നത് കേട്ടോ. ഈ വീടുകളുടെ പുറമേ ആയിട്ട് ഇങ്ങനെ വേലി നിർമ്മിച്ചേക്കുന്നത് കണ്ടില്ലേ, മെടഞ്ഞ ഓല വെച്ചിട്ട്. ഇത് ഈ ഗ്രാമത്തിൽ നോക്കിയോ, കാണാൻ വളരെ ഭംഗിയുള്ളൊരു വീട് കണ്ടോ. ചെറിയൊരു വീടാണേ, കട്ട കൊണ്ട് കെട്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഓല മേഞ്ഞേക്കുന്നൊരു വീട് കണ്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലായിട്ട് ഇത് ഇവിടെ നമുക്ക് ഈ പൂക്കൾ കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇത് ഈ അരളിപ്പൂക്കളാണേ കണ്ടോ, അരളി പൂക്കൾ കൃഷി ചെയ്തേക്കുന്ന വലിയൊരു തോട്ടമാണ്. മൊട്ടാണ്, വിടർന്നിട്ടില്ല. ഇതൊരു പ്രധാനമായിട്ട് ഈ അമ്പലങ്ങളിലേക്ക് പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ പിങ്ക് കളറും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടോ വൈറ്റ് കളറും ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. 2 ഇനങ്ങളിലുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വേലിക്കെട്ടിൻ്റെ അകത്തായിട്ട് വലിയൊരു പേരത്തോട്ടം കാണാം കേട്ടോ. നിരവധി പേരച്ചെടികൾ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് കായം നോക്കിയിട്ട് കാണുന്നില്ല, മിക്കവാറും വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പേരത്തോട്ടത്തിൻ്റെ അകത്തുമൊക്കെ കുറേ ആട്ടിൻകുട്ടികൾ, ചെമ്മരിയാടിൻകുട്ടികൾ പുല്ല് മേയുന്നത് കാണാം. അപ്പോൾ ഈ ഗംഗമത്തൂർ ഗ്രാമത്തിലേക്ക് ഇവിടെ നിന്നാണ്, ഈ ജംഗ്ഷനിൽ നിന്നാണ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ അകത്തേക്ക്. നോക്കി ഇവിടെ ഒരു വാഗ നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇത് ബസ് സ്റ്റോപ്പാണേ. അക്ക ഉള്ള ബസ് വരുവാ, ബസ് ഉള്ളേ പോവാ, ഉള്ള പോകാതെങ്കിൽ അല്ലേ. അപ്പോൾ ഇവിടെ വരെ ബസ്സുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോയത്. അതിൻ്റെ ഉള്ളിലാണ് ആ ഗ്രാമം വരുന്നത്. ഇവിടെ ഈ കയറുന്നിടത്ത് ചെറിയൊരു കടയൊക്കെ ഉണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണ്ട പോലെ ചെറിയൊരു ചായക്കടയാണേ, ചായക്കട. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് ഒരു ബസ് വരുന്നത് കണ്ടില്ലേ, മധുരയിൽ നിന്ന് വരുന്നതാണേ. അപ്പം മധുരയിൽ നിന്ന് നമ്മളത് അതിലാണ് ഇങ്ങ് വന്നത് കേട്ടോ. ഇനി ഈ ബസ് അതുവഴിയാണ് പോകുന്നത്. ഈ ബസ് ഏത് റൂട്ടാണ് പോകുന്നത്? ഇവിടെ പോയിട്ട് പാലമേട് പോയിട്ട് പിന്നെ അവിടെ പോകും. പാലമേട്, പാലമേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അളകാനല്ലൂർ ജല്ലിക്കെട്ട് ഫേമസ് ആയിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ അളകാനല്ലൂർ இந்த വഴിയാ പോണേ? ഇതേ വഴിയാണ്. അതെ അല്ലേ, ഓക്കെ. அண்ணா இங்கே எவ்வளோ பஸ் இருக்குது சர்வீஸு? எவ்வளோ பஸ் இருக்குது இங்கே? நிறைய பஸ் இருக்கா? எல்லா டைமும் இருக்கா? சாப்பிட்டாச்சு. சாப்பிட்டாச்சு. என்ன சாப்பாடு சாப்பிட்டீங்க? இட்லி வருந்த வழிக்கு சாப்பிட்டாச்சு. மதுரை இங்கே பக்கம், அங்கே முன்னாடி ஒரு கிராமம் இருக்கு, அங்கே. ஓகே, இங்கே கடை இருக்கு. எங்க இருக்கா? நான் டேமுக்கு போவா. அங்கே ஏரியா எப்படி இருக்கு? ரொம்ப நல்லா இருக்கு. எங்க நீங்க ரெண்டும் இங்க கிராமத்துல? கங்கமுத்தூர். உங்களோட பேரு? என் பேர் தர்மர். என் பேர் தினேஷ். தினேஷ். இங்க இது வேலை பார்க்குவா, அதே படிக்குவா? வேலை எலக்ட்ரீஷியன். நான் வந்து ஒரு சின்ன கம்பெனியில் வேலை பார்த்துட்டு. അതെല്ലേ. എന്നാൽ ശരി, വരട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ സാത്തിയാർ ഡാമിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ചെറിയൊരു ഡാമാണ് ഈ ഗ്രാമത്തിൽ തന്നെയുള്ളത്.
അപ്പോൾ പാലമേട് റൂട്ടിലാണ്, പാലമേട് ചെന്ന് അങ്ങനെ അളക നല്ലൂർ ഒക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിസർവ് ഫോറസ്റ്റിൻ്റെ അകത്തോടെയാണ് പോകുന്നത് കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പക്ക ഒരു കുഗ്രാമമാണേ. അത്ര ഔട്ടർ സൈഡിലായിട്ടാണ്. കാരണം ഈ ഗ്രാമത്തിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇത് ഫോറസ്റ്റാണ്. നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ആ ഡാമിലേക്ക്. കണ്ടോ, അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ ഇവിടുത്തെ ഫോറസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ ഫോറസ്റ്റിനുള്ള മരങ്ങളൊക്കെ നോക്കി ഇത്ര ഹൈറ്റ് വയ്ക്കുള്ളൂ. നമ്മുടെ കേരളത്തിലെ വലിയ വൃക്ഷങ്ങളൊക്കെ ഉള്ള പോലെ അല്ല, അതുകൊണ്ടല്ലോ ചെറിയത് ഇങ്ങനെയുള്ള ഈ കുറ്റിച്ചെടികൾ പോലെ അല്ലേ, കുറ്റിച്ചെടികൾ എന്ന് പറയാൻ പറ്റില്ല, അധികം ഹൈറ്റൊന്നും ഇല്ലാത്തത് ഇങ്ങനെയുള്ള ഇങ്ങനെ കാണുന്ന ഈ മുൾച്ചെടികളും ചെറിയ മരങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് മൃഗങ്ങളൊക്കെ ഉണ്ട്, ഇതിനകത്ത് ആന അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. വളരെ വീതി കുറഞ്ഞൊരു വഴിയാണ്. ഇതിലാണ് ആ ബസ് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഈ ഗ്രാമത്തിലേക്ക് വന്നപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ആശങ്കയും ഒക്കെ തോന്നിയിട്ട്. കാരണം വെച്ചാൽ രാവിലെ വന്നപ്പോൾ ഇങ്ങനെയുള്ളൊരു വഴി കൂടെയാണ് നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആളും തിരക്കും ഒന്നുമില്ലാത്തൊരു വഴി. അത് കണ്ടപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ തോന്നി. കാരണം നമ്മളിങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത സ്ഥലം, അതുമല്ല ഇങ്ങനെ ഒരു പക്ക ഒരു റിമോട്ടഡ് ആയിട്ടുള്ളൊരു വില്ലേജിലേക്കല്ലേ നമ്മൾ എത്തുന്നത്. നമുക്ക് ഇവിടുന്ന് ഡാം കാണാം, അതിൻ്റെ റിസർവോയർ കാണാം. അപ്പോൾ അങ്ങനെ ചെറിയൊരു ടെൻഷനൊക്കെ തോന്നിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഇവിടെ വന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് നല്ല ആളുകൾ, നല്ല സ്നേഹമുള്ള ആളുകളൊക്കെയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മളിത് ഡാമിന് സമീപം എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി നിർത്താൻ ഒട്ടും വീതിയില്ല. ഇല്ല വലിയ വണ്ടിയൊക്കെ വന്നാൽ ബസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനുള്ള വീതിയില്ല. അടിപൊളി. ഫ്രണ്ടിലൊരു കല്ലിലേക്കാണ് കൊണ്ട് അട വെച്ചിരിക്കുന്നത്. വണ്ടിയൊക്കെ പെട്ടെന്ന് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് അടഞ്ഞ പോലെ വലിയൊരു കല്ലാണ്. കുഴപ്പമില്ല, ഇന്ന് റിവേഴ്സ് എടുത്ത് പോവാം. അല്ലാതെ ഇവിടെ അധികം സ്ഥലമൊന്നുമില്ല നിർത്താനായിട്ട്. ആ ഡാമിൻ്റെ ഉള്ളിലേക്കൊന്നും, അതായത് അതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശിക്കാൻ വഴിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ നിറയെ കുരങ്ങന്മാരാണേ, പണി കിട്ടുമോ. ഗ്ലാസ്സൊക്കെ അടച്ചാണ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ അമ്മമാരകത്ത് കയറും. ഡാമിൻ്റെ അകത്തേക്ക് ഇറങ്ങണ വഴി എവിടെയാണെന്ന് അറിയില്ല കേട്ടോ. ഇതാണ് ചെറിയൊരു ഡാമാണ് കേട്ടോ. നിറയെ കുരങ്ങന്മാർ. ഇവിടെ ഒരുത്തന ആ മതിലിൽ ഇങ്ങനെ കിടക്കണം നോക്കി, ഒരു കുട്ടി. ഓ വെള്ളം ഇല്ല കേട്ടോ, വളരെ കുറവാണ്. ഇപ്പം മഴ ടൈമല്ല ഇവിടെ. ഈ മഴ പെയ്തെങ്കിൽ മാത്രമാണ് ഡാമിൽ വെള്ളം ആവുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് കാണുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ. ഞാൻ നോക്കിയിട്ട് വഴിയൊന്നും കാണുന്നില്ല. ചോദിച്ചു കണ്ടെടുത്ത് അണ്ണാ, ആ ഡാമുക്ക് മേലെ അങ്ങ പോവാമാ, വഴി ഇറുക്കാ അങ്ങ് കീഴെ പോകാൻ വഴി ഇറുക്കാ? വഴിയുണ്ടല്ലേ? ആ വഴിയുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെ 1-2 പേരൊക്കെ നിൽക്കുന്നുണ്ട്. ആ ശരി. ശരിക്കും പറഞ്ഞാൽ കൊടും കാടാണത്. ഒരു മാനം കയറിപ്പോയിട്ടുണ്ട്. ക്യാമറ കിട്ടില്ല കേട്ടോ, പുള്ളി ഓടി മറഞ്ഞു. അപ്പം അങ്ങനെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും, ആന പോലെയുള്ള മൃഗങ്ങളൊക്കെ. ആനയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ഭാഗ്യക്കേടിന് ചിലപ്പോൾ ഇറങ്ങി വന്നാൽ പണിയും കിട്ടും. ഇതിലൂടെ നമുക്ക് ആ റിസർവോയറിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റും, പക്ഷേ ഇത് പ്രോപ്പറായിട്ടുള്ളൊരു മാർഗ്ഗമല്ല. അപ്പോൾ അത് ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരിരിക്കുന്നുണ്ടേ. വലിയൊരു കൂട്ടമുണ്ട്. ചെറിയ കുട്ടികളി മുതൽ മുതിർന്നവർ വരെ. അവരത് അവിടെ ഇരുന്നിട്ട് ഓരോ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്, ഓരോ ചേഷ്ടകളൊക്കെ കാണിക്കുന്നുണ്ട്. ചിലർ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നു, എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. എന്താണാവോ പ്ലാൻ? ആക്രമണമായിരിക്കുമോ ഉദ്ദേശം? എന്തായാലും അവരവിടെ ഇരുന്നോട്ടെ, അടുത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, പണ്ട് ഈ കുരങ്ങന്മാരെ എവിടെ വെച്ച് കണ്ടാലും ഫീഡ് ചെയ്യും. എന്തെങ്കിലും കയ്യിലൊക്കെ ഉള്ള എടുത്ത് കൊടുക്കും കേട്ടോ. കാരണം ഒരു സന്തോഷമല്ലേ നമ്മുടെ മനസ്സിന് ഫീഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പരിപാടി നിർത്തി. പണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാനായിട്ട് കൊടൈക്കനാലിൽ സൈക്കിളിൽ പോയി കുറേ വീഡിയോസൊക്കെ ചെയ്തില്ലായിരുന്നു. അന്ന് കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം കുരങ്ങന്മാരിരിക്കുകയാണ്. ആദ്യം ഒരാളെ ഞാൻ ശ്രദ്ധിച്ചോളൂ. അവന് ഞാൻ കയ്യിലുള്ള എന്തോ എടുത്ത് കൊടുത്തു, എന്താണെന്ന് ഓർക്കുന്നില്ല. കയ്യിലുള്ള കഴിക്കാൻ എന്തൊരു മിഠായിയെന്ന് തോന്നുന്നു. ആ കൊടുത്ത ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ കുറേ കൂട്ടങ്ങൾ എവിടുന്നാണോ മരത്തിൽ നിന്നും ഇവിടുന്നൊക്കെ ചാടി ഓടി വന്ന് എന്നെ അങ്ങ് വളഞ്ഞു. പേടിച്ചു കേട്ടോ. അതിങ്ങനെ പല്ലൊക്കെ ഇളിച്ച് കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ ശബ്ദത്തിലൊക്കെ ഇങ്ങനെ മുരങ്ങുന്നുണ്ട്. ഞാനൊക്കെ പേടിച്ചു. എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമം. കാരണം എൻ്റെ ഒത്തിരി സാധനം ഉണ്ടെന്നാണ് ഇവരുടെ വിചാരം. അത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണം, ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്തു. ഇപ്പോൾ കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി രക്ഷപ്പെടാം, സൈക്കിളിലല്ലേ പോകുന്നത്. എൻ്റെ പോന ഒടുവിൽ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയാം കേട്ടോ. കൈ കൊണ്ടൊക്കെ കാണിച്ച് ഓടിച്ച്
ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. അന്ന് പഠിച്ച പാടാണ്. അതിൽ പിന്നെ ഞാൻ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, കുറച്ചൊക്കെ അടുത്ത് ചെല്ലാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഫീഡ് ചെയ്യുന്ന പരിപാടി നിർത്തി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക്, ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറുമ്പം ഈ എഴുതിച്ചൊക്കെ കാണാൻ മേലെ അത് അനിമൽസിനെ ഫീഡ് ചെയ്തിരുന്നത്. അത് ഈ ഇവന്മാരെയൊക്കെ ഉദ്ദേശിച്ചാണ്. അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, ഫീഡ് ചെയ്താൽ തിരിച്ച് പണി കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡാമിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ മുന്നിലൊരു വഴിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അടിയിലൂടെ വലിയൊരു കനാലാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ആ ഡാമിൻ്റെ ഷട്ടറൊക്കെ നമുക്ക് കാണാം. അപ്പോൾ കണ്ടോ, അതൊക്കെ ഫോറസ്റ്റാണേ. നമ്മൾ അതിനുള്ളിലൂടെയാണ് ഇപ്പോൾ കടന്നു വന്നത് കേട്ടോ. വെള്ളമില്ല, എല്ലാം വറ്റി വരണ്ട് കിടക്കണ കണ്ടില്ലേ. നല്ല മഴ ലഭിച്ചു കഴിഞ്ഞാലാണ് ഡാമിൽ വെള്ളമാവുള്ളൂ. അപ്പോൾ ഈ ഡാമിനകത്ത് മൊത്തം 3 ഷട്ടറുകളുണ്ട്. അപ്പോൾ അതുവഴി ഇതിങ്ങനെ, ഇത് കനാലാണ് അതിൻ്റെ ഈ പാലത്തിൻ്റെ അകത്തോടെ പോകുന്നത്. അപ്പോൾ കനാലുകൾ വഴി വെള്ളം, അതായത് ഈ ഗ്രാമത്തിലെ കൃഷികൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് മിക്കവാറും, അതായത് വെള്ളമുള്ളപ്പം ഈ ഡാമിൽ നിന്ന് തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പം കിണറുകളൊക്കെ കുത്തിയിട്ടാണ് ഈ കൃഷി ആവശ്യത്തിന് വെള്ളം എടുക്കുന്നത്. ഇത് ഈ തെങ്ങും തോപ്പുകളിലേക്ക് പോകുന്നതാണ് കേട്ടോ, തേങ്ങ എടുക്കാനായിട്ട്. ഒത്തിരി തോട്ടങ്ങളുണ്ട്. അപ്പോൾ സാത്യാർ ഡാമിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. ഇതിവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. പിന്നെ അത് അവിടെ ഒരു കടയുണ്ട്. ഇവിടെ നോക്കേ, ഇവിടെ ഈ ഡാമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീൻ ഉണ്ടല്ലേ, സിലോപ്പിയ മീൻ. സിലോപ്പിയ അല്ല, സിലോപ്പിയ, ഇത് സിലോപ്പിയ. இது ஒரு 2 கிலோ போடுங்க. ഇത് സിലോപ്പിയ അല്ലേ അണ്ണാ? അത് അതോ ഇത് കട്ട്ല? കട്ട്ല, കട്ട്ലയുണ്ട്, സിലോപ്പിയ ഉണ്ട്. ഡാമിൽ വെള്ളം, കുറച്ച് വെള്ളം ഏതാണ്ടുണ്ട്. അതിൽ നിന്ന് പിടിക്കുന്നതാണ് കേട്ടോ. ഇത് ചത്തിട്ടില്ല, ജീവനുണ്ട്. இது 3 கிலோ போடுங்க. ഇത് കിലോ എവ്വളോ? 130. തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ വന്നാൽ ഈ കടൽ മത്സ്യങ്ങളെക്കാളും കൂടുതൽ ഇവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഡാമുകളിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനുകളാണ്. കണ്ടില്ല, അവിടെ ഒരു കൊട്ടവഞ്ചിയൊക്കെ ആണ്. അപ്പോൾ അതിലൊക്കെ പോയാണ് മീനെ പിടിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വെള്ളം കുറവാണെങ്കിൽ പോലും കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ വലിപ്പമുള്ള മീനുകളൊന്നും ഇല്ല കേട്ടോ. ഇതൊരു ഇടത്തരം വലിപ്പമുള്ളൂ ഇതിനൊക്കെ. ഇതിങ്ങനെ ഇവിടെ വെച്ച് തൂക്കി കൊടുക്കുന്നു. കിലോയ്ക്ക് 130 രൂപ. കട്ട്ല അത് എങ്ങനെ എവിടെ? 180. റോഹു സിലോപ്പിയ ഇത് 130, അത് 180. ഉണ്ടോ, കിലോ കണക്കിന് 3 കിലോയ്ക്കാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇത് യാറത് പിടിക്കുന്നത്? ഇത് നിങ്ങൾ അണ്ണാ, നിങ്ങൾക്ക് അത് പിടിക്കുന്നത് മീൻ? ചൂണ്ട അതാ വഞ്ചി പോവാ, കൊട്ട? അതിൽ പോകും അല്ലേ? അപ്പോൾ വെള്ളം കമ്മിയാണ് ഡാമിൽ. നടന്നു പോകാൻ മാത്രമുള്ള ആഴമുള്ളൂ. അപ്പോൾ മീൻ കമ്മിയാ. ഇപ്പം മഴ എപ്പോൾ വരും? കേരള ഇപ്പം മഴയാ. അപ്പോൾ നമ്മുടെ മൺസൂൺ അവസാനിക്കുമ്പോൾ, നമ്മുടെ കേരളത്തിൽ മഴ നിൽക്കുമ്പോൾ ഇവിടെ വരും എന്ന് പറഞ്ഞത്. ഇവിടെ വലിയൊരു ആല് വൃക്ഷമൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തേക്ക് വേണം. പക്ഷെ നമുക്ക് അകത്തേക്ക് പോകട്ടെ. ഞാൻ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഇതിലെ അകത്തേക്ക് പ്രവേശിക്കാം നമുക്ക്. ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇതിവിടെ ഈ ഡാമിലേക്ക് പ്രവേശിക്കുന്ന ഇടത്ത് കണ്ടില്ല, അതെ ഇവിടെയൊക്കെ ഒത്തിരി മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നു. അതുപോലെ തന്നെ മാവുകൾ. ഇവിടെ ഈ മാന്തോട്ടങ്ങൾ, വലിയ മാന്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഗ്രാമത്തിൽ. അപ്പോൾ ഇതുവഴി മേളിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പുകളൊക്കെ പണിതിട്ടുണ്ട്. പക്ഷെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഈ ഡാം കാണുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്നാലും നമ്മൾ ഇത്ര ഇടം വന്ന സ്ഥിതിക്ക് കണ്ടിട്ട് പോകാം. നല്ല വേനലാണ് കേട്ടോ തമിഴ്നാട്ടിൽ. ഉണങ്ങി കരിഞ്ഞാണ് പ്രദേശങ്ങളൊക്കെ. കണ്ടോ, 3 ഷട്ടറുകളുണ്ട്. പിന്നെ ഓവർഫ്ലോ ആയിട്ട് പോകാനായിട്ടുള്ളതാണ്. നമ്മളെ മേളിൽ നിന്ന് കണ്ടില്ലേ അവിടെ. ഇറിഗേഷൻ ഡാമാണേ. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്ന ഭൂരിപക്ഷം ഡാമുകളും ഇറിഗേഷൻ ഡാമുകളായിരിക്കും. നമ്മുടെ കേരളത്തിൽ നേരെ തിരിച്ചല്ലേ. കേരളത്തിൽ നമ്മുടെ ഡാമുകളുടെയൊക്കെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വൈദ്യുതി ഉൽപ്പാദനമാണല്ലോ. ഷട്ടറൊക്കെ തുറന്ന കാലം മറന്നുപോയി കാണുമല്ലേ. ഓക്കെ, വലിയ ഹൈറ്റൊന്നുമില്ല. ഇതാ കാണുന്നത് ഷട്ടറാണ് കേട്ടോ. ഷട്ടർ അയച്ചു വെച്ചേക്കുന്നതാണ് മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് കാലപ്പഴക്കം ചെന്നിട്ട് തുരുമ്പൊക്കെ എടുത്ത് പോയിട്ട് അത് മാറ്റി വെച്ചേക്കുന്നതാണ്. ഡാമിൻ്റെ ഉള്ളിൽ പശുക്കളൊക്കെ പുല്ല് മേയുന്നത് കണ്ടോ. ആ കാണുന്ന കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് അവരിറങ്ങി മീൻ പിടിക്കുന്നത് കണ്ടില്ലേ. നമുക്ക് കൊട്ടവഞ്ചികളൊക്കെ കാണാം. അപ്പോൾ ഡാമിൻ്റെ കെട്ടിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മണ്ണും അതുപോലെ തന്നെ
കരിങ്കല്ലൊക്കെ വെച്ച് കെട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, കോൺക്രീറ്റ് ഒന്നുമല്ല. ചുറ്റും വലിയ മലനിരകൾ കാണാം, തെങ്ങിൻ തോപ്പുകളും മാവിൻ തോപ്പുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആ കുന്നുകളിൽ നിന്നൊക്കെ ചെറിയ അരുവികളായിട്ട് വെള്ളം ഒഴുകിയാണ് ഈ റിസർവോറിലേക്ക് എത്തുന്നത് കേട്ടോ. സിരുമലൈ കുന്നുകൾ എന്നാണ് പറയുന്നത്. സിരുമലൈ കുന്നുകളിൽ നിന്നാണ് ഈ വെള്ളം ഡാമിലേക്ക് എത്തുന്നത്. ചെറിയൊരു റിസർവോയറാണ്. അതുപോലെ തന്നെ ഈ ഡാമിലെ വെള്ളം വൈഗ നദിയിലേക്ക് ആണ് ചെല്ലുന്നതെന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് കേട്ടോ. അധികം വിവരങ്ങളൊന്നും ഈ ഡാമിനെക്കുറിച്ച് ലഭിച്ചില്ല. വൈഗ നദിയിലെ വൈഗ ഡാമുണ്ടല്ലോ തേനിയിൽ, വൈഗ നദിയിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് ഈ റിസർവറിലെ വെള്ളം ആ ഒരു ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയ ഒരു ഗ്രാമം ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടേക്ക് വെള്ളം എങ്ങനെയായിരിക്കും എത്തിക്കുന്നത്? ചിലപ്പം ഇതുപോലെയുള്ള ഓപ്പണിങ് അവിടെ വല്ലതും ഉണ്ടാവുമോ? ഈ ഡാം ഇവിടെ നിർമ്മിച്ച വർഷമൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടേ. 1965 1965 എന്ന് പറയുമ്പോഴത്തേക്കും 35, 45, 56, 61 വർഷമായല്ലേ. PWDയുടെ അണ്ടറിലാണ് ഈ ഡാം വരുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പെരിയാർ വൈഗ ബേസിൻ ഡിവിഷൻ മധുരൈ 2, സാത്യ റിസർവോയർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ, അതിൻ്റെ വാട്ടർ സ്പ്രെഡ് ഏരിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കപ്പാസിറ്റി, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മേസൺട്രി ഡാം ഞാൻ പറഞ്ഞില്ല, മേസൺട്രി ഡാമാണ്. അതായത് ഇത് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ഡാമല്ല, കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ചാണ് കെട്ടിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് അന്ന് പണിതപ്പോൾ ഉള്ളത്, അതായത് 15.60 lakhs ആണ് അന്നായത്. എന്നാണെങ്കിൽ എത്ര രൂപയാവും അല്ലേ. അതുപോലെ ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ 1965. അപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ ആരംഭിച്ച വർഷമാണോ അതോ ഇത് അതായത് നിർമ്മാണം പൂർത്തിയായ വർഷമാണോ വ്യക്തമല്ല. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങളൊന്നും സൈഡിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സാത്യാർ ഡാമിനോട് ചേർന്നുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. രാംനഗർ എന്നാണ് ഈ ചെറിയ ഗ്രാമം അറിയപ്പെടുന്നത്. കണ്ടോ, ഇവിടേക്കൊക്കെ ബസ് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു ആൽവൃക്ഷമുണ്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് കണ്ടില്ലേ വലിയൊരു കല്ല്, പരന്നൊരു കല്ല് വെച്ചേക്കുന്നത് കണ്ടില്ലേ. ഇവിടെ ഇരുന്ന് വർത്തമാനം പറയാനും വിശ്രമിക്കാനൊക്കെ ആയിട്ട് ഈ തണൽ തിരുന്നിട്ട് ഇവിടെ ഒരു കോവിൽ കാണാം, ഗണപതി കോവിലാണ്. അപ്പോൾ അതിനോട് ചേർന്ന് വലിയൊരു മരം കാണാം, ഇങ്ങനെ തണൽ വിരിച്ചിരിക്കുന്ന മരം. ഈ മരം ഇവിടെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് ആത്തിമരം എന്നാണ്, ആത്തിമരം. അപ്പോൾ ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഈ മരം ഇടിമിന്നലിനെ തടയുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ, ആത്തിമരം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മരം നട്ടുപിടിപ്പിക്കുന്നത്. ബാധിക്കാതെ അല്ലേ? ഇടിവെട്ടേക്കില്ല എന്നാണ് പറഞ്ഞത്. ഒന്നും വരില്ല അല്ലേ. അപ്പോൾ അതിനോട് ചേർന്നത് ഇവിടെ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ചെറിയ വീടുകളൊക്കെയാണ് കൂടുതലും ഉള്ളത്. കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഈ ഗ്രാമത്തിൽ. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ വൈക്കോൽ തുറു, അതായത് ഇങ്ങനെ വൈക്കോൽ റോളാക്കി കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കാണാം. ഇവിടെ ഒത്തിരി പശുക്കളൊക്കെ ഉണ്ട് ഈ ഗ്രാമത്തിൽ. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല. തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ ചെന്നാൽ എവിടെ തിരിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ ഇവിടെ നമുക്ക് ചെറിയൊരു കെട്ടിടം കാണാം കേട്ടോ. ഇത് ഈ ഗ്രാമസഭയൊക്കെ കൂടുന്ന ഒരു കെട്ടിടമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ കേരളത്തിലൊക്കെ പണ്ടുണ്ടായിരുന്ന പഴയകാല നിർമ്മിതി പോലെ ഓട് മേഞ്ഞേക്കുന്ന ചെറിയൊരു കെട്ടിടമാണേ. ഇവിടെ ഇരുന്നിട്ടാണ് ഈ ഗ്രാമസഭയൊക്കെ കൂടുന്നത്. അങ്ങനെ വളരെ ചെറിയ കാഴ്ചകൾ മാത്രമേ ഉള്ളൊരു കൊച്ചു ഗ്രാമം. കണ്ടോ, കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ കാണാൻ കണ്ടില്ലേ. അതുപോലെ ഇവിടെ പുതിയൊരു വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡാമിൽ പോയില്ല, ഡാം സൈറ്റിൽ നിന്ന് അലകാനല്ലൂർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഈ ഗ്രാമം വരുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടാണ് നമ്മൾ മധുരയിലേക്ക് എത്തുന്നത് കേട്ടോ. ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് പോയ ഗംഗമത്തൂർ ഗ്രാമം ആയിക്കോട്ടെ, സാത്യ റിസർവർ ആയിക്കോട്ടെ, അവിടെയൊക്കെ ടൂറിസ്റ്റിന് നല്ല സാധ്യതയാണുള്ളത്. ആ ഗ്രാമത്തിൽ പ്രധാനമായിട്ടും പൂക്കളാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. പക്ഷേ പുറത്തുനിന്നും അധികം പേര് വരുന്നൊരു സ്ഥലമല്ല, അധികം പേർക്കും അറിയില്ല. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ റിസർവർ ആയിക്കോട്ടെ അത്ര പ്രാധാന്യമുള്ളൊരു റിസർവർ അല്ലാത്തതുകൊണ്ടായിരിക്കും തമിഴ്നാട് സർക്കാർ അവിടെ പാർക്കുകൾ കാര്യങ്ങളൊന്നും ചെയ്താൽ ഡാം മോടി പിടിപ്പിക്കാത്തത്. തമിഴ്നാട്ടിൻ്റെ മിക്ക ഡാം സൈറ്റുകളിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കും അവിടെ നല്ല രീതിയിൽ അവർ ടൂറിസം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരും. അതുപോലെ തന്നെയാണ് വില്ലേജ് ടൂറിസം എന്ന് പറയുന്നത്. വില്ലേജ് ടൂറിസം ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്ക് പല മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് നമുക്ക് ടൂറിസം കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാൻ ഈ മധുരയിലേക്ക് എത്തിയത് കമ്പം തേനി വഴിയാണ്. നമുക്കറിയാം കമ്പം തേനി ഭാഗത്ത് വന്നാൽ നിരവധി മുന്തിരിത്തോട്ടങ്ങൾ കാണാം അല്ലേ. ചില തോട്ടങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി അടുത്ത കാഴ്ചകളൊക്കെ കാണാം. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അവർ സമ്മതിക്കും കേട്ടോ. മുന്തിരിക്കുലകളുടെ ഇടയിലൂടെയൊക്കെ നമുക്ക് നടക്കാം. അത് കാണുമ്പോൾ പറിക്കാനൊക്കെ തോന്നും, പക്ഷേ പറിക്കാൻ സമ്മതിക്കില്ല അവർ. അതിൻ്റെ അകത്ത് ആളുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ആ മുന്തിരി അതിനോട് ചേർന്നുള്ള കടകൾ വഴി നമുക്ക് വാങ്ങിക്കാം, നേരിട്ട് വാങ്ങിക്കാൻ പറ്റും വില കുറവിലൊക്കെ.
അതുപോലെ പല പ്രോഡക്റ്റുകൾ മുന്തിരി ജ്യൂസും വൈനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അവർ സ്വീകരിച്ചേക്കുന്നത്. അവിടെ കൂടുതലായിട്ടും വരുന്നത് പ്രാദേശികരെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ ഈ മുന്തിരിത്തോട്ടങ്ങളിലൊക്കെ കയറിയ കാഴ്ചകളെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ തോന്നും. അപ്പം അങ്ങനെ അവരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും. അതുപോലെ തന്നെ ഓരോരോ ആക്ടിവിറ്റീസ് ഈ വൈൻയാർഡുകളോട് ചേർന്ന് തന്നെ കുതിര സവാരി ആയിക്കോട്ടെ, ഒട്ടക സവാരി, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ അവർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ ഡാം സൈറ്റുകളിലും നല്ല രീതിയിൽ ടൂറിസം കൊണ്ടുവരണം. നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് ആ പാടശേഖരങ്ങളോട് സമീപമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വരുമാനമാണ് അല്ലേ. നമുക്കിപ്പോൾ കുറേ സ്ഥലമുണ്ട് അവിടെ, നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടൂറിസം എത്തിക്കാൻ പറ്റും. അപ്പോൾ ഗ്രാമങ്ങളിലേക്ക് ടൂറിസം വന്നു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ ഒരു സ്ഥിതി തന്നെ മെച്ചപ്പെടും. പ്രാദേശികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ വരും. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അവിടെയുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു തൊഴിലാവും, അവർക്ക് കച്ചവടം, നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റും. കാരണം ടൂറിസം വരുമ്പോഴുള്ള ഒരു എന്താ പറയുക, ഒരു പ്രയോജനങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഗംഗമുത്തൂർ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ചെറിയ വിശേഷങ്ങളും അവസാനിക്കുകയാണ് കേട്ടോ. എന്തായാലും മധുരയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.